അമ്മൂമ്മയാണ് ഏറ്റവും കൂടുതൽ ലാളിക്കുന്നത്, അമ്മയാണോ അച്ഛനാണോ ആരാ ലാളിക്കുന്നത്? എന്നെ എല്ലാരും ലാളിക്കാറുണ്ട്. സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാരും ലാളിക്കോ? പിന്നെ നോക്കട്ടെ ഒരാളെന്നാൽ ആരാണ്? മീനുവിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നാദിർഷയുടെ സിനിമയിലാണ്. ആ സിനിമയിൽ തന്നെ അവൾ വളരെ ഇംപ്രസീവ് ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ആക്ട്രസിനുള്ള എല്ലാ കേപ്പബിലിറ്റി അവൾക്കുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മീനുവിനെ തന്നെ മനസ്സിൽ കണ്ടിരുന്നു. ഞാൻ നന്ദിനി എന്ന ഒപ്പത്തിൻ്റെ ക്യാരക്ടർ എഴുതിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിനും കണ്ടിട്ടില്ല, മീനുവിനെ കണ്ടിട്ടുമില്ല. ഒപ്പത്തിൻ്റെ ഷൂട്ടിങ് വരുമ്പോഴാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിരുന്നു അവൾക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മീനുമായിട്ട് വർക്ക് ചെയ്തപ്പോഴൊക്കെ എൻ്റെ അമ്മുക്കുട്ടി അവളുടെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ തോന്നിയോ അവളോടുണ്ടായിരുന്ന അതേ അമ്മുക്കുട്ടിയോടുണ്ടായിരുന്ന അതേ സ്നേഹം തന്നെയായിരുന്നു മീനുവിനോടും. ആൻഡ് വൺ തിങ് ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ഹർ, ദാറ്റ് ഷീ ഷോഡ് ഹർ റിയൽ കാലിബർ ആക്ടിങ് വിത്ത് സോ മച്ച് ഓഫ് കോൺഫിഡൻസ് വിത്ത് എ ഗ്രേറ്റ് ആക്ടർ ലൈക്ക് മോഹൻലാൽ. ഒരുപക്ഷെ ജ്യോതിക, തൃഷ, കീർത്തി സുരേഷ് ഇങ്ങനെ ഒരുപാട് ബിഗ് സ്റ്റാർസിനെ, ഹീറോയിൻസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത പ്ലാൻ മീനുട്ടി വളർന്നു വന്ന ശേഷം അവളെ ഒരു ഹീറോയിനാക്കുക എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. ചെറിയ ആളൊന്നും അല്ല മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നേക്കുന്നത്. ഇന്ത്യയിലെ വളരെ മുൻനിര സംവിധായകരിൽ ഒരാളാണ്. ഓക്കെ മീനാക്ഷി, ഈ പ്രായത്തിലൊക്കെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഇത്രയും വലിയ ആൾക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നണേ? ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് വലിയ കാര്യമാണ്. കാരണം പ്രിയനങ്ങൾ ആ സെറ്റിൽ വെച്ചും ഇപ്പോഴൊക്കെ ഒരുപോലെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഒരുപാട് കാര്യം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. പ്രിയങ്ങളെ പോലൊരു അങ്കിൾ ഇങ്ങനെ അതും വന്നിട്ട് പരസ്യമായിട്ട് പറയാണ് ഇനി കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ മീനാക്ഷിയെ നായികയാക്കിയിട്ടായിരിക്കും സിനിമ എടുക്കാൻ പോകുന്നത്. പിന്നെ ചില്ലറക്കാരി എല്ലാം എടുത്തിരിക്കുന്ന കേട്ടാ. ഇപ്പോഴേ വേണേ ഒരു ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചു വെച്ചോളി. ഞാൻ മീനാക്ഷിന്റെ ഓട്ടോഗ്രാഫ് മേടിച്ചു വെക്കണം. അതുപോലെ മീനാക്ഷി യുമ്നന്റെ അടുത്ത് മേടിച്ചു വെക്കണം. 2 ഓട്ടോഗ്രാഫിന് പിന്നെ